ഹായ്, ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫിഷ് ഫിംഗറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്മീനെടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം മാറ്റി വെക്കാം. ഇപ്പം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോൾ അതിൽ വെള്ളം കാണും. ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിലോട്ട് 2 സ്പൂൺ മൈദാമാവ്, 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു മുട്ട ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് ഈ ഓരോ പീസായിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിനകത്തൊന്ന് റോൾ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടുക്കി നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മാസമൊക്കെ കെട്ടുപോകാതിരിക്കും. ഞാനിപ്പോൾ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് അടുക്കി വെക്കുവാണ്. ഇത് ഫ്രീസറിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ടാർട്ടാർ സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് ചോപ്ഡ് ഓണിയൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കുക്കുംബർ ചോപ്പ് ചെയ്ത് വിനീഗറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലോട്ട് ചേർത്ത് കുറച്ച് പെപ്പറും മയോണൈസ് ഹോം മെയ്ഡാണ്. ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കൊത്തമല്ലി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസ്റ്റർഡ് പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ടാർട്ടാർ സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡി ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഫിംഗേഴ്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുള്ളില്ലാത്ത ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ എഴുതാൻ മറക്കണ്ട. ഷെയർ ചെയ്യണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.